ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വെലോസിറ്റി. നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കാം. വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. ഒരു ഒബ്ജക്റ്റിന് ഒരു യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? വെലോസിറ്റി എന്ന് വിളിക്കാം. അടുത്തത് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റിക്ക് ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. അത്തരം ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. ഇനി വെലോസിറ്റിയുടെ യൂണിറ്റ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ്, എം പെർ എസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ MS-1 എന്ന് എഴുതാം. ഈ എസ് എന്ന് പറഞ്ഞത് ഡിനോമിനേറ്ററിൽ വന്നതുകൊണ്ട് ഇത് ന്യൂമറേറ്ററിലേക്ക് ആക്കുമ്പോൾ MS-1 കൂടി വന്നു എന്നേ ഉള്ളൂ. രണ്ട് രീതിയിലും നമുക്ക് എഴുതാം. ഇനി വെലോസിറ്റിയും സ്പീഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറയാണ്. ഓവറോൾ വെലോസിറ്റി സ്പീഡ് എന്നൊക്കെ പറയുന്നത് ഒന്നാണ്. പക്ഷേ വെലോസിറ്റിയുടെ ഫോർമുല ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമാണ്. ഇനി വെലോസിറ്റിയുടെ യൂണിറ്റും സ്പീഡിൻ്റെ യൂണിറ്റും രണ്ട് യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, സ്പീഡ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഉണ്ടാവില്ല, ഒരു മാഗ്നിറ്റ്യൂഡ് അഥവാ ഒരു ന്യൂമറിക്കൽ വാല്യൂ മാത്രം വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. സ്പീഡ് എന്ന് പറഞ്ഞത് ഏത് വെക്ടറാണോ സ്കേലാറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എ ചൈൽഡ് ട്രാവൽ ഫ്രം P to R via Q in 18 സെക്കൻഡ്. ഒരു ചൈൽഡ്, ഒരു കുട്ടി Pന്ന് Rലേക്ക് സഞ്ചരിക്കുകയാണ്, ട്രാവൽ ചെയ്യാണ്. ഏത് വഴിയാണ് സഞ്ചരിക്കുന്നത്? വിയ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോനെ കണ്ട ക്യൂ വഴിയാണ് ആറിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ചൈൽഡ് ടു റീച്ച് ആർ ഫ്രം പി? പിയിൽ നിന്ന് ആറിലോട്ട് എത്താൻ, ക്യൂ വഴി ആറിലോട്ട് എത്താൻ ആ കുട്ടി എത്ര ദൂരം സഞ്ചരിച്ചു? എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ദേ പിന്ന് ക്യൂ വഴിയാണ് ആറിലേക്ക് എത്തുന്നത്. അപ്പോൾ പിന്ന് ക്യൂവിലേക്ക് എത്താൻ 40, ക്യൂയിൽ നിന്ന് ആറിലേക്ക് എത്താൻ 50. അപ്പോൾ 40 + 50 90 മീറ്ററാണ് ഇവിടെ ആ കുട്ടി ആകെ സഞ്ചരിച്ചത്. അപ്പോൾ 90 ആണ് ഇവിടുത്തെ ആൻസർ. ഇനി വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ചൈൽഡ് വെൻ ചൈൽഡ് ട്രാവൽസ് ഫ്രം P to R ത്രൂ ക്യൂ? കണ്ട ഇവിടെ സ്പീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ Pന്ന് ആറിലേക്ക് ക്യൂ വഴി സഞ്ചരിക്കുമ്പോൾ ആ കുട്ടിയുടെ സ്പീഡ് എത്രയായിരുന്നു? സ്പീഡ് കാണാനുള്ള ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അഥവാ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് Pന്ന് ക്യൂവും ക്യൂവിൽ നിന്ന് ആറും, അപ്പോൾ 40 + 50 90 മീറ്ററാണ് ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് സഞ്ചരിച്ചത്. അതേപോലെ തന്നെ നോക്കിയേ, Pന്ന് ക്യൂവിലേക്ക് 8, അതേപോലെ തന്നെ ക്യൂവിൽ നിന്ന് ആറിലേക്ക് 10 സെക്കൻഡ്. അപ്പോൾ 10 സെക്കൻഡും 8 സെക്കൻഡും 18 സെക്കൻഡാണ് ആ കുട്ടി ആകെ സഞ്ചരിച്ച ടൈം. അപ്പോൾ ദൂരം കിട്ടി, ടൈം കിട്ടി. ഇനി നേരിട്ട് ഡിവൈഡ് ചെയ്യുക. 90/18, 18ൻ്റെ ടേബിളിൽ വെട്ടുമ്പോൾ 95 കിട്ടും. അപ്പോൾ 5 സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന ആൻസർ കിട്ടി. ഇവിടെ യൂണിറ്റ് എഴുതാൻ മറക്കരുത്, യൂണിറ്റിന് മാർക്കുണ്ട്. അപ്പോൾ സ്പീഡ് കിട്ടണമെങ്കിൽ അതിൻ്റെ ഫോർമുല എഴുതാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക, അതിൻ്റെ യൂണിറ്റ് എഴുതാം. ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്? ചൈൽഡിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കണം, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. Pന്ന് ആറിലേക്ക് എത്തണമെങ്കിൽ ക്യൂ വഴിയൊന്നും പോകണ്ട, നേരിട്ട് എത്തണം. അത്തരം ഒരു കാര്യങ്ങളാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? Pന്ന് ആറിലോട്ട് ഡയറക്റ്റായിട്ട് എത്തുന്ന ആ ഒരു ലെങ്ത്ത് 72 മീറ്ററാണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി വാട്ട് ഈസ് ഇറ്റ്സ് ഡയറക്ഷൻ? നോക്കിയേ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞത് അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അതിന് ഡയറക്ഷൻ ഉണ്ടായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. അപ്പോൾ Pന്ന് ആറിലോട്ടാണ് ആ ഡയറക്ഷൻ പോകണമെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഇതായിരിക്കും. ആറിന്ന് Pയിലേക്കല്ല, Pന്ന് ആറിലേക്കാണ് ആ കുട്ടി പോകുന്നത്. അതേപോലെ തന്നെ ക്യൂ വഴിയല്ല ഇവിടെ പോകുന്നത്, നേരെ ഡയറക്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, ഒരു പ്രോബ്ലമാണ്. എ വെഹിക്കിൾ ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു വെഹിക്കിൾ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ളൂ.
അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്റ്റൻസ്, അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 400 മീറ്റർ. കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ഫോർ ദിസ്. അപ്പോൾ ഇതിൽ ടൈം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളെങ്കിൽ അത് എടുത്തെഴുതാം. ഇവിടെ തന്നിരിക്കുന്നത് ഒന്ന് വെലോസിറ്റി എന്ന് പറഞ്ഞത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട്? 400 മീറ്റർ. ഇവിടെ സ്പീഡും വെലോസിറ്റിക്ക് ഒന്നായിട്ട് വരും. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിക്കൂടെയാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ ഒരേ വാല്യൂ ആയിരിക്കും. അതിന് ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ സ്പീഡായാലും സ്പീഡ് എന്ന് പറഞ്ഞത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈമാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഇവിടുത്തെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ വാല്യൂ കിട്ടുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ അതിന് ഒരേ വാല്യൂ കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ സ്പീഡും വെലോസിറ്റിയും ഒക്കെ ഒന്നായിട്ട് തന്നെ കരുതുന്നത്. അപ്പോൾ ആദ്യം തന്നെ വെലോസിറ്റിയുടെ ഫോർമുല ഏതാ? വെലോസിറ്റി എന്ന് പറഞ്ഞത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. സ്പീഡ് നിർത്താനും കുഴപ്പമില്ല കേട്ടോ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇനി ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ടൈം ഡിനോമിനേറ്ററിലായി എടുക്കുന്നതുകൊണ്ട് നമ്മളിത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നുള്ളത് ഇൻറ്റു ആവും. അതായത് ഈ ടൈമിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടു. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ തന്നെ ഉണ്ട്, അത് ആദ്യം എഴുതാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ടൈമിന് ഇങ്ങോട്ട് കൊണ്ടപ്പോൾ വെലോസിറ്റീനെ അടിയിലേക്ക്, ഇത് വെലോസിറ്റി ഇൻറ്റു വെലോസിറ്റി നടക്കണം. അപ്പോൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഡിനോമിനേറ്ററിൽ വരും. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും വെലോസിറ്റിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞത് എത്രയാണ്? 400 ഡിവൈഡഡ് ബൈ വെലോസിറ്റി 25 ആണ്. അപ്പോൾ 5ൻ്റെ ടേബിളിൽ വെട്ടുമ്പോൾ 5 ഇവിടെ 80 വരും. വീണ്ടും 5ൻ്റെ ടേബിളിൽ 1, ഇവിടെ 16. ടൈം എന്ന് പറഞ്ഞത് 16 സെക്കൻഡാണ്. സെക്കൻഡ് യൂണിറ്റ് എഴുതാൻ മറക്കരുത്. 16 സെക്കൻഡാണ് ഇവിടുത്തെ ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജെക്റ്റ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 36 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 1 മിനിറ്റ്? ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ഇവിടെ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി ആദ്യം തന്നെ ഉള്ളതൊക്കെ എടുത്തെഴുതാം. 36 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ ടൈം തന്നിട്ടുണ്ട്, 1 മിനിറ്റ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. ടൈം എപ്പോഴും സെക്കൻഡിലാണ് എഴുതുക. അപ്പോൾ ആദ്യം തന്നെ ഈ മിനിറ്റിനെ സെക്കൻഡാക്കി മാറ്റണം. മിനിറ്റിനെ സെക്കൻഡാക്കി മാറ്റാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 60 ചെയ്യണം. അതായത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞത് 60 സെക്കൻഡാണ്. അപ്പോൾ ഈ മിനിറ്റിനെ സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ ഈ 1നെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 60/1 എന്ന് കിട്ടും. 1 ഇൻറ്റു ml. അപ്പോൾ 1നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിനോമിനേറ്ററിലായിട്ട് മാറും. അപ്പോൾ 60/1 60. അപ്പോൾ നമുക്ക് മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ ഇൻറ്റു 60 ചെയ്താൽ മതി. ഒന്നുകിൽ നിങ്ങളിത് പഠിച്ചിരിക്കുക, ഇതിൻ്റെ ഒരു മെത്തേഡ് പഠിച്ചിരിക്കുക, അല്ലെങ്കിൽ മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ ഇൻറ്റു 60 ചെയ്താൽ മതി എന്ന് ആലോചിക്കുക. അപ്പോൾ ടൈം എന്ന് പറഞ്ഞത് 1 ഇൻറ്റു 60 സെക്കൻഡ്. കണ്ട, സെക്കൻഡിലോട്ട് മാറ്റി. ഇൻറ്റു 60 ചെയ്ത് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സാധനത്തിന് ഇൻറ്റു 60 ചെയ്താൽ അത് സെക്കൻഡിലോട്ട് മാറി. ഇനി നേരിട്ട് നമുക്ക് കൊടുക്കാം. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഏറ്റവും എളുപ്പമായ ഒരു വഴിയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ നിർത്താം. എന്നിട്ട് ഈ ടൈം ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടൈമിനെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ന്യൂമറേറ്ററിൽ വരും, അഥവാ ഇൻറ്റു ആയിട്ട് മാറും. അതായത് വെലോസിറ്റി ഇൻറ്റു ടൈമിന് നമ്മൾ മുകളിലേക്ക് കൊണ്ടു ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് കിട്ടി. ഇനി നമുക്കിത് നേരെ തിരിച്ചു എഴുതാൻ കുഴപ്പമില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് നേരെ കറക്റ്റായിട്ട് എഴുതാം, വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 36 ഇൻറ്റു, ഇനി ടൈം എന്ന് പറയുന്നതോ 60. ഇനി ഇതെങ്ങനെ ചെയ്യും? 36 ഇൻറ്റു 6 ആദ്യം ചെയ്യുക, 0 വരുമ്പോൾ. അപ്പോൾ 216 എന്ന് ആൻസർ കിട്ടും. ഒരു 0 ഉള്ളതുകൊണ്ട് ഒരു 0 ചേർക്കുക. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ 2160 മീറ്റർ എന്ന് ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണേ.